ഹലോ ഗൈസ്, പല ആൾക്കാർ വീട്ടിലിരുന്നിട്ട് ജോലി നോക്കും. അവരുടെ വിചാരം വീട്ടിൽ ആരെങ്കിലും വന്ന് ജോലി കൊടുക്കും എന്നാണ്. പിന്നെ അതുപോലെ വീട്ടിലിരുന്നിട്ട് സി വി ഒക്കെ അയക്കാം നമുക്ക്, പക്ഷെ അതുകൊണ്ട് വലിയ ഗുണമൊന്നും ഉണ്ടാവില്ല. ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ എനിക്ക് സ്വന്തം കമ്പനി ഉണ്ട്, എൻ്റെ അടുത്ത് കുറേ ആൾക്കാർ വർക്ക് ചെയ്തിട്ടുണ്ട്, ഞാൻ കുറേ ആൾക്കാർ എടുക്കുന്നതാണ്. എനിക്ക് ഇഷ്ടം പോലെ സി വി ഒക്കെ വരും കിട്ടും. എന്നും നമുക്ക് ഒരു 100 കൂട്ടം സി വി വരുമ്പോൾ നമ്മളതെല്ലാം നോക്കില്ല. നമ്മൾ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഓടിച്ചു പോവുമല്ലോ. ആരെങ്കിലും അത്ര ഡിഫറെൻ്റ് ആണെങ്കിൽ നമ്മൾ ഒന്ന് നോക്കും, വിളിക്കും, അങ്ങനെയൊക്കെ ചെയ്യും. പക്ഷേ സെയിം ടൈം ആരെങ്കിലും നമ്മുടെ ഓഫീസിൽ ഡയറക്റ്റായിട്ട് വരികയാണ്, അപ്രോച്ച് ചെയ്യാണ്, അവരെ നമ്മൾ എന്തായാലും കൺസിഡർ ചെയ്യും. കാരണം അവർ അത്ര എഫേർട്സ് എടുത്തു, അവർക്ക് അത്ര ജോലിയുടെ ആവശ്യമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുള്ളൂ. അപ്പോൾ പിന്നെ അവരെ നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഒരു ജോലി തേടി ഒരാൾ ഓഫീസിൽ എത്തുകയാണെങ്കിൽ അവർക്ക് നമ്മൾ ജോലി ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുണ്ടെങ്കിൽ അവർ എത്രമാത്രം ജോലിയിൽ എഫേർട്സ് ഇടുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അത്രയല്ലോ. അപ്പോൾ അത് കാരണം ഗൈസ്, നിങ്ങൾ ഗൾഫിലോ ഇന്ത്യയിലോ എവിടെയും ജോലി നോക്കുകയാണെങ്കിൽ വെറുതെ ജോലി നിങ്ങളുടെ അടുത്ത് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണ്ട. നിങ്ങൾക്ക് നേരിട്ട് ഓഫീസസിൽ പോവാം, ഓഫീസിൽ അപ്രോച്ച് ചെയ്യാം, എച്ച് ആറിനെ കാണാം, ഓണേഴ്സിനെ കാണാം. ചില സമയത്ത് എച്ച് ആർ അലൗ ചെയ്യില്ല, ചില സമയത്ത് സെക്യൂരിറ്റി അലൗ ചെയ്യില്ല. എൻ്റെ ഒപ്പം അങ്ങനെ ആയിട്ടുണ്ട്. ഞാനൊരു ഓഫീസിൽ ജോലി നോക്കുന്ന സമയത്ത് പോയിപ്പോൾ സെക്യൂരിറ്റി പറഞ്ഞു സി വി വെക്കി പിന്നെ വാ. ഞാൻ സി വി വെച്ചപ്പോൾ അവിടെ ഓൾറെഡി 100 സി വി അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് എനിക്ക് ഈ ജോലിയൊന്നും കിട്ടാനുള്ള ചാൻസ് ഇല്ല. പിന്നെ ഞാൻ എന്താ ചെയ്തറിയോ, ഞാൻ പറഞ്ഞു ഈ സെയിൽസ് മാനേജറിനെ എനിക്കറിയാം, എനിക്ക് ആളെ കാണണം. അപ്പോൾ സെക്യൂരിറ്റി പറഞ്ഞു ആളെ വിളിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു ആൾ വിളിച്ചിട്ടുണ്ട് എന്നെ, കള്ളം പറഞ്ഞതാ. അപ്പോൾ ആൾ പറഞ്ഞു ഓക്കെ, ഇത് അവിടെ ഇരിക്കുന്നു, ആൾ വെറുതെ ഇരിക്കുകയായിരുന്നു. അപ്പം ഞാൻ ആളുടെ ക്യാബിനിൽ നോക്ക് ചെയ്ത് കയറി. അപ്പോൾ ആൾ ചോദിച്ചു സെക്യൂരിറ്റി എങ്ങനെയാണ് എന്നെ. അപ്പം ഞാൻ അപ്പനെ പറഞ്ഞു സർ സോറി, ഞാൻ കള്ളം പറഞ്ഞിട്ട് ഉള്ളിൽ തന്നെ, പക്ഷേ എൻ്റെ ഇൻറ്റൻഷൻ എന്താ പറയുക, ഞാൻ കുറേ ജോലി നോക്കുന്നു, എല്ലാവരും ഈ എൻട്രൻസിന് തന്നെ വിടും, സെക്യൂരിറ്റീനെ തന്നെ വിടും. അപ്പം ഞാൻ ഒരു കള്ളം പറഞ്ഞ് ഇങ്ങനെ ഉള്ളിൽ കയറിയിട്ട് സാറിന് അത് പിടിച്ചിട്ടില്ലെങ്കിൽ ഞാൻ പോവാം. അപ്പോൾ ആൾ ഭയങ്കര ഹാപ്പിയായി. ആൾ പറഞ്ഞു വാ നീ ഉള്ളിലെത്തിയില്ലോ, വാ ഇരിക്കി. എന്നിട്ട് എന്നെ അവിടെ ജോബ് ഓഫർ ചെയ്തു ആൾ. ഗൾഫിലത്തെ കാര്യം ഞാൻ പറയണേ, ഖത്തറിലത്തെ. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായി. അത് കാരണം ഞാൻ പറയണേ, നിങ്ങൾ ജോലി നോക്കുകയാണെങ്കിൽ ഡയറക്റ്റ് ഓഫീസിൽ പോവാം. അത് നിങ്ങളിപ്പോൾ സെയിൽസിൻ്റെ ജോലി നോക്കുകയാണോ, അക്കൗണ്ട്സ് ആണോ, ടീച്ചിങ് ആണോ, എനി ജോബ്. നിങ്ങൾ ടീച്ചിങ് ആണെങ്കിൽ സ്കൂളിൽ പോവുക, പ്രിൻസിപ്പലിനെ ഡയറക്റ്റായിട്ട് കാണുക. സെയിൽസിൻ്റെ പിന്നെ ഡയറക്റ്റ് സെയിൽസ് മാനേജേഴ്സിനെ കാണുക, അക്കൗണ്ട്സ് ആണെങ്കിൽ അക്കൗണ്ട് ഹെഡിനെ കാണുക. അങ്ങനെയൊക്കെ ഡയറക്റ്റ് അപ്രോച്ച് ചെയ്ത് നോക്കുക, ട്രൈ ചെയ്യുക. എന്താവും കിട്ടാനുള്ള ചാൻസ് 70% ആണ്, കിട്ടാത്തത് 30%. അല്ലെങ്കിലും വീട്ടിലിരുന്നിട്ട് ഇതൊന്നും നടക്കില്ലല്ലോ. അപ്പോൾ പിന്നെ ഒരു ട്രൈ കൊടുത്ത് നോക്കുക. ഓക്കെ.